മഹാത്മാഗാന്ധിയുടെ ജന്മസ്ഥലമായിട്ടുള്ള ഗുജറാത്തിലെ പോർബന്തറിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോർബന്തറാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ പോർബന്തറിലെ കുറച്ച് കാഴ്ചകളും സംഭവങ്ങളൊക്കെയാണ്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോർബന്തറിലെ ഒരു റെസിഡൻഷ്യൽ ഏരിയക്കാണ് നമ്മളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കണ്ടില്ലേ മൊത്തം വേസ്റ്റും സംഭവങ്ങളൊക്കെ. ഇവിടെ ഒരുപാടായിട്ട് ഈ കാളകളെയും പശുക്കളെയൊക്കെ കാണുന്നുണ്ട് റോഡിൽ മൊത്തമേ. നമ്മളിവിടെ രാവിലെ 7-7:30 ആയപ്പോഴത്തേക്കാണ് ബസ്സിന് വന്നാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ അവിടെ തൊട്ട് ഫുള്ള് റോഡിലൊക്കെ കണ്ടില്ലേ കാളയും പശുവും അങ്ങനെ സംഭവങ്ങളാണ് റോഡ് ഫുള്ളും. പിന്നെ അതുപോലെ തന്നെ പന്നികളെയും കാണാനുണ്ട്, പന്നിയും പട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ രാവിലെ എല്ലാവർക്കും ഒന്ന് ഓപ്പണായി വരുന്നേ ഉള്ളൂ. ഷോപ്പുകളും അങ്ങനത്തെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. രാവിലെ ആൾക്കാരെ തന്നെ ഇപ്പോൾ കണ്ടു തുടങ്ങിയതേ ഉള്ളൂ. ഇവിടെ എല്ലാം കുറച്ച് ലേറ്റാണെന്നാണ് തോന്നുന്നത്. ഇവിടെ കണ്ടില്ല ഫുള്ള് പഴയ ഗുജറാത്തി വീടുകളൊക്കെ മൊത്തം. ഇവിടെ ആൾക്കാരെയൊക്കെ വിരളമായിട്ടേ കാണുന്നുള്ളൂ. വലുതായിട്ടൊന്നും ആൾക്കാരൊന്നും കാണില്ല. കുറച്ച് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെ മാത്രം ആകെ കണ്ടത്. വണ്ടിയും ബഹളവും തിരക്കും അങ്ങനത്തെ ഒന്നുമില്ല. കണ്ടില്ലേ മൊത്തം ഇതിനായിട്ട് കിടക്കുന്ന. ഇവിടെ ഒന്നും ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടില്ല. ഇവിടെ നമ്മൾ ഈ ഒരു സ്ട്രീറ്റ് വഴി കയറിയിട്ടാണ് വന്നത്. അപ്പോൾ ഇതാണ് കീർത്തി മന്ദിർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഗാന്ധിജി ജനിച്ചത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലോട്ട് കയറാം. ഇതുവഴിയാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. നമുക്ക് ഇതിനകത്തോട്ട് കയറി നോക്കാം. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളത്. ഓപ്പണായി വരുന്നേ ഉള്ളൂ. നമുക്ക് അകത്ത് കയറാം. നമ്മൾ ആ ഒരു കൃതി മന്ദിറിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുണ്ട് വേറെ ഹിന്ദു എന്തോ ഒരു ടെമ്പിള്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു സർക്കിളൊക്കെ ഉണ്ട്. ഒരു സ്ട്രീറ്റ് സർക്കിൾ എന്തോ ആണ്. അടുക്കണില്ലേ ഗാന്ധിജിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ആക്റ്റീവായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സമയം 10 മണി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ കടകളൊക്കെ തുറന്ന് ആക്റ്റീവായൊക്കെ വരുന്നതേ ഉള്ളൂ. ഇത് ഇവരുടെ ഒരു മാർക്കറ്റ് ഏരിയ എന്നാണ് തോന്നാണ്ടില്ലേ. ഇവിടെയൊക്കെ നല്ല പൂക്കച്ചവടമൊക്കെ നടന്നിട്ടിരിക്കുക. എന്താ പൂക്കച്ചവടം സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെ മലക്കറിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ കുറേ ഇവിടെ ടെമ്പിളുകളൊക്കെ ഉണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിലൊക്കെ ഉണ്ടല്ലോ ഒരു ടെമ്പിൾ. അവിടത്തേക്ക് ഓഫറിങ് ആയിട്ടാണ് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ മൊത്തം ഷോപ്പുകൾ മൊത്തം. ഇവിടെ 2-3 മന്ദിറൊക്കെ ഉണ്ട്. രണ്ടിലും ഇവിടുത്തെ ഒരു മാർക്കറ്റാണ്. ഫുള്ള് പശുവൊക്കെ കിടക്കുന്നുണ്ട്. പശു കാളയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ മാർക്കറ്റാണ് ഇതെല്ലാം. ഫുള്ള് പശുവും കാളയെ ഫുള്ള് ഇവരാരും അടുക്കത്തൊന്നുമില്ല. അതിനെ അടിക്കുകയും അങ്ങനത്തെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. അതിങ്ങനെ ഷൂഷു പറഞ്ഞ് ഇവിടത്തെ ഉള്ളുണ്ടോ. ഇവിടുത്തെ മാർക്കറ്റിലെ തിരക്കുമൊക്കെ ഫുള്ള് ഈ ഒരു സ്ക്വയറിനകത്താണ് മാർക്കറ്റ് ഫുള്ള് വരുന്നത്. കണ്ടോ ആ ഒരു സ്ക്വയറിനകത്ത് മൊത്തം കച്ചവടങ്ങളും അങ്ങനത്തെ സംഭവങ്ങളല്ല. കച്ചവടങ്ങളെല്ലാം ഈ ഒരു സ്ക്വയറിനകത്താണ്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ബാക്കി ഐറ്റംസ് അങ്ങനത്തെ എല്ലാം ഈ ഒരു സ്ക്വയറിനകത്താണ്. അതിനകത്തോട്ടുള്ള തിരക്കൊക്കെ കണ്ടോ ഫുള്ള് ബ്ലോക്കാണ് ഇവിടെയൊക്കെ. ഗൈസ് അപ്പോൾ നമ്മൾ തിരിച്ചങ്ങനെ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പോർബന്തർ. ഇവിടെ ആകെ ആ ഒരു കീർത്തി മന്ദിർ മാത്രമേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. ആ ഗാന്ധിജിയുടെ ആ ഒരു ബർത്ത് പ്ലേസ് മാത്രമേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മന്ദിറും കുറേ ടെമ്പിളൊക്കെയാണ് ഉള്ളത്. അതങ്ങനെ ടൂറിസ്റ്റ് പ്ലേസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. അപ്പം ഇവിടെ ഈ ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണാനായിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ലോക്കൽ ഏരിയ ഫുള്ള് നമുക്ക് നടന്ന് കാണുകയൊക്കെ ചെയ്യാം. കുറേ കച്ചവടങ്ങളും വീടുകളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ട്രഡീഷണൽ പഴയ ആ വീടുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാനുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളതൊന്നും ഇല്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു, ഭയങ്കര കുഞ്ഞു വീഡിയോ ആയിരുന്നു. കാരണം നമുക്ക് ഇത് മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ കാണാനും വേണ്ടിയിട്ട്. അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. പിന്നെ അല്ലാതെ ഈ ലോക്കൽ ഏരിയക്കൊന്നും ഞാൻ നടന്നു കണ്ട്. പക്ഷേ അതെല്ലാം ഒന്നും വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ നേരെ ഇനി രാജസ്ഥാനിലോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഇനിയും കൂടുതലും മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.